2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഈ വചനം നമുക്കെല്ലാം സുപരിചിതവും കൂടെ കൂടെ ഉപയോഗിക്കുന്നതും ആകുന്നു. ഈ ഒരു മാറ്റം, ഈ ഒരു പുതുസൃഷ്ടിയുടെ അനുഭവം എന്നത് എങ്ങനെ സംഭവിക്കും എന്ന് വിവരിക്കുകയാണ് 14, 15, 16 വാക്യങ്ങളിൽ. അതിപ്രകാരമാകുന്നു: എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അത് കർത്താവായ യേശുവാണ്. അത് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ടിയാണ് യേശു കർത്താവിൻ്റെ മരണമെന്ന് ബോധ്യപ്പെടുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം സ്നാനത്തിലൂടെ പരസ്യമാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഒരു പുതുസൃഷ്ടിയുടെ ജീവിതം നയിക്കുക. ഈ പുതുസൃഷ്ടിയുടെ ജീവിതം എന്ന് പറയുന്നത്, ഒന്ന്, ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ജീവിതം. 2, ദൈവവചനമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ജീവിതം. 3, പരിശുദ്ധാത്മ നിറവില്ലാതെ ജീവിക്കാൻ കഴിയയില്ല എന്നുള്ള ജീവിതം. ഇതാണ് പ്രധാനം. കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം, അതാണ് പുതുസൃഷ്ടിയുടെ ജീവിതം. അത് സംഭവിക്കുന്നത് വേഷഭൂഷാദികൾ കൊണ്ട് അല്ല. മീശ വടിച്ചു മാറ്റി ക്ലീൻ ഷേവാക്കുന്നതിലൂടെ അല്ല ഒരാൾ പുതുസൃഷ്ടിയാകുന്നത്. എന്നാൽ വൃത്തികേടുകളും കോമാളിത്തരങ്ങളും മാന്യന്മാരാരും ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന ചർച്ച് ഡിസിപ്ലിൻ നല്ല കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് തീരുന്നതല്ല ഈ ആത്മീയത. അതുകൊണ്ടല്ലേ ഇപ്പോഴും ആളുകൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷികൾ ആകുന്നത്. പുറമേ ഉള്ള വേഷം കെട്ടൽ അല്ല ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തുവിനെ സാക്ഷിക്കാതെ ജീവിക്കാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ ആരാധിക്കാതെ ജീവിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വചനമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. എന്നിങ്ങനെയുള്ള ഒരു ആത്മീയ അനുഭവം ഒരു മത്സ്യത്തിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു പൂച്ചക്കുഞ്ഞിന് കരയിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം. എന്നാൽ തവളയ്ക്ക് വെള്ളത്തിലും ജീവിക്കാം, കരയിലും ജീവിക്കാം. അങ്ങനെയുള്ള ആളുകളൊക്കെ ചർച്ചിനകത്ത് ഇപ്പോൾ ഉണ്ട്. അവർ ലോകത്തിലുമാണ്, അവർ സഭയിലുമാണ്. അവർ ലോകത്തിൽ ചെല്ലുമ്പോൾ ലോകക്കാരെ പോലെയും സഭയിൽ വരുമ്പോൾ സഭക്കാരെ പോലെയും അതൊക്കെ സംഭവിക്കും. പക്ഷേ യഥാർത്ഥ ആത്മീയത അകത്ത് സംഭവിക്കുന്ന മാറ്റം ആണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി.